നമുക്കിന്ന് ഡാൽ കറി തയ്യാറാക്കിയാലോ. അതിനാവശ്യമായ മസൂർ ഡാൽ, ഒരു സവാള അരിഞ്ഞത്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മസൂർ ഡാൽ വേവിക്കാൻ വേണ്ടി നമ്മൾ കുക്കറിൽ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനാവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുക്കർ അടച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അത് വേവുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ചേർക്കാനുള്ള മസാലകൾ നമുക്ക് എടുത്ത് വയ്ക്കാം. മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കായം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി എടുത്തു, ഇനി കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ നമ്മൾ എടുത്ത് വയ്ക്കുന്നു. നമുക്കിനി അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഡാൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. പാൻ അടുപ്പത്ത് വെച്ചു. കടുക് വറക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. കടുകിട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള നമ്മൾ ഇട്ട് കൊടുക്കുന്നു. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. നല്ലപോലെ കുറച്ച് നേരം അത് ഇളക്കി കൊടുത്ത് നമ്മൾ ഇട്ടേക്കുന്ന സവാള നമുക്കൊന്ന് വാടി കിട്ടണം. അതിലേക്ക് തക്കാളിയും അരിഞ്ഞ് വെച്ച മുളകും കൂടി നമ്മൾ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഡാൽ നല്ലപോലെ വെന്തോ എന്ന് നോക്കാം. നമുക്ക് എടുത്ത് വെച്ചിരുന്ന മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. മുളക് പൊടിയുടെയൊക്കെ പച്ചക്കുത്തൽ മാറുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഡാൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഉടച്ചെടുക്കാം. ഡാലിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ആഡ് ചെയ്യണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് മല്ലിയില അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരം അത് തിളച്ച് പറ്റി വരണം. നല്ലപോലെ അത് തിളച്ച് അത്യാവശ്യം കുറുകി വരുന്നുണ്ട്. നമ്മുടെ ഡാൽ കറി തയ്യാറായി കഴിഞ്ഞു. നമുക്ക് തീ ഓഫ് ചെയ്യാം. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.